ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരും ട്രേഡിംഗ് ഒക്കെ തുടങ്ങി പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മൾ വീഡിയോസിൽ പറഞ്ഞ പോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡും എല്ലാം നോക്കി ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ നോർമൽ ക്യാൻഡിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ക്യാൻഡിലിനെ കുറിച്ച് എങ്ങനെയാണ്, എന്താ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നോർമൽ ക്യാൻഡിൽ വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് വരയ്ക്കുന്നതും ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതും പാറ്റേൺസ് വരയ്ക്കുന്നതും എല്ലാം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ട്രെൻഡ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേര് ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് ചെയ്യണം. ട്രെൻഡ് അനുസരിച്ചാണ് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ബൈ ട്രെൻഡ് ആണോ ഇപ്പോൾ, അല്ലെങ്കിൽ സെല്ലാണോ, ഡൗൺ ട്രെൻഡ് ആണോ, അപ്പ് ട്രെൻഡ് ആണോ, ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പം നമുക്ക് സാധാരണ ക്യാൻഡിലുകളാവുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ട്രെൻഡ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൗട്ടാണ്. അപ്പോൾ സാധാരണ ക്യാൻഡിൽ നിന്ന് മാറി ഹൈക്കിൻ ആഷി ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡിൽ പാറ്റേൺ, അത് ചാർട്ട് ടൈപ്പ് ഉണ്ട് അല്ലേ. നമുക്കറിയാം പലതരത്തിൽ ചാർട്ട് ടൈപ്പുകളുണ്ട്. ബാർ ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, ക്യാൻഡിൽ ചാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലൊരു ടൈപ്പാണ് ഹൈക്കിൻ ആഷി ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈക്കിൻ ആഷി ക്യാൻഡിലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഹൈക്കിൻ ആഷി ക്യാൻഡിൽ, അത് വെച്ച് എങ്ങനെ നമുക്ക് എളുപ്പം ട്രെൻഡ് മനസ്സിലാക്കാം എന്നത്. അപ്പോൾ ഹൈക്കിൻ ആഷി ക്യാൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, ആ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈസി ആയിട്ട് ആ മൂവ്മെൻറ്റുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മൂവ്മെൻറ്റ് പോവും, ട്രെൻഡ് എപ്പോഴാണ് മാറുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഡൗൺ ട്രെൻഡ്, നിങ്ങളൊരു ട്രെൻഡ് ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ ഡൗൺ അപ്പ് ട്രെൻഡിലേക്കുള്ളൊരു ട്രെൻഡാണ് എടുത്തതെങ്കിൽ അത് എത്രത്തോളം പോവും, ഇങ്ങനത്തെ കാര്യമൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹൈക്കിൻ ആഷി ക്യാൻഡിൽ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോർമൽ ക്യാൻഡിൽ യൂസ് ചെയ്ത്, നോർമൽ ചാർട്ട് പാറ്റേൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ലാതെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഈ ട്രെൻഡിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് വെച്ച് നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഹൈക്കിൻ ആഷി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താ ഹൈക്കിൻ ആഷി ക്യാൻഡിലിന്, എങ്ങനെയാണ് അത് ചാർട്ട് ടൈപ്പിൽ വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഹെയ്ക്കിൻ ആഷി ചാർട്ട്. അപ്പോൾ ഹെയ്ക്കിൻ ആഷി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ വരുന്നത് ഒരു ജപ്പാനീസ് വാക്കാണ് ഹെയ്ക്കിൻ ആഷി എന്ന് പറഞ്ഞത്. അതായത് അവിടെ ഒറിജിൻ ചെയ്തതാണ് ഹെയ്ക്കിൻ ആഷി. നമ്മുടെ നോർമൽ ഈ സൈഡിൽ കാണുന്നത്, അതായത് റൈറ്റ് സൈഡിൽ കാണുന്നത് ട്രഡീഷണൽ ക്യാൻഡിൽ സ്റ്റിക്കാണ്. സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കാരണം നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 വീഡിയോസൊക്കെ ആയിട്ട് അത് വളരെ നല്ല രീതിയിൽ വളരെ ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാത്തവരാണെങ്കിൽ, അതിനെക്കുറിച്ച് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് കാണാം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്യാൻഡിലും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഓരോ ക്യാൻഡിലും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് വിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ക്യാൻഡിലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓക്കെ മനസ്സിലായി ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന്. പക്ഷെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണോ, പിന്നെ അതോ നേരെ ഇവിടെ വരച്ചിട്ട് മേലേക്ക് വന്നിട്ടാണോ വരയ്ക്കേണ്ടത്, ഇങ്ങനെ കുറച്ച് ഡൗട്ടായിരിക്കും. മാത്രമല്ല ഇവിടെ റെഡ് ഉണ്ട്, 2 റെഡ് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഉണ്ട്, റെഡ് കഴിഞ്ഞാൽ പിന്നെയും ഗ്രീൻ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു പുതിയ ആൾക്കാർക്കാണെങ്കിൽ, ഇതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പുതിയ ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വളരെ ഡൗട്ടായിരിക്കും. പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ട്രെൻഡ് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഹെയ്ക്കിൻ ആഷി ചാർട്ടിലേക്ക് വരാം. ഈ സെയിം ഇതിൻ്റെ ഹെയ്ക്കിൻ ആഷിയാണ് ഇത്. ഇവിടെ എന്ത് കണ്ടു, ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ഈ ഗ്രീൻ ഇടയിലുള്ള ഗ്രീൻ ഒന്നും ഇവിടെ ഇല്ല, പകരം ഇവിടെ റെഡ് മാത്രം. ഈ റെഡ് താഴേക്ക് വന്നു, അവിടെ നിന്ന് 2 ഗ്രീൻ ഇങ്ങനെ കയറി, ആദ്യം റെഡ് വന്നു, ഗ്രീൻ, പിന്നെ റെഡ്. ഈസി ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു ബ്യൂട്ടി ആണല്ലേ. ഇവിടെ നിന്ന് ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ മാറിക്കിട്ടി. അതായത് ഇവിടെ ഇടയ്ക്ക് വന്ന ആ ഗ്രീനുകളെല്ലാം പോയി, ഇവിടെ നല്ല അടുക്കും ചിട്ടാന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ചില ഭാഗങ്ങളിൽ മാത്രമേ ഇങ്ങനെ മാറി മാറി വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇത് നല്ല വൃത്തിക്ക്, നമുക്ക് വലിയൊരു ചാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി നോക്കി വരയ്ക്കുക പോലും വേണ്ട, നമുക്ക് നോക്കിയാൽ തന്നെ നല്ല വൃത്തിക്ക്, നല്ല ഒരു ട്രെൻഡാണെങ്കിൽ ഇങ്ങനെ നല്ല വൃത്തിക്ക് നമുക്ക്
ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അത് തന്നെയാണ് heikin ashiയുടെ പ്രത്യേകത. പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പം ആക്ച്വലി എങ്ങനെയാണ് heikin ashi, എന്താണ് ഇത് ചാർട്ട് ഇങ്ങനെ ഇത് ചാർട്ട് ഇങ്ങനെ രണ്ടും രണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരോട് heikin ashi പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ടാണ്. അതായത് heikin ashiയുടെ ഓരോ ഒറിജിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ് എല്ലാം കൂട്ടി ഡിവൈഡഡ് ബൈ 4 ഒക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ പ്രൈസ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് ഓരോ കണക്കുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം നമുക്ക് അങ്ങനെ കണക്ക് ഡീറ്റെയിൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് വരേണ്ടത് എന്നറിയുന്നവർക്ക് അത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അങ്ങനത്തെ മാത്തമെറ്റിക്കൽ വശം വേണ്ടവർക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ക്യാൻഡിലും ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മിഡിൽ നിന്നായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ. അതുപോലെ ഇതിൻ്റെ മിഡിൽ നിന്നാണ് ഇതിൻ്റെ തേർഡ് ക്യാൻഡിൽ. ഇതിന് എല്ലാത്തിൻ്റെയും മിഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് പ്ലസ് ക്ലോസ് പ്രൈസ് ഡിവൈഡഡ് ബൈ 2, അതായത് ഏകദേശം ഹാഫ് അല്ലേ, പ്രൈസ് ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ടാണ് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തത്. ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് ക്ലോസ് പ്രൈസ് ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ടാണ് അടുത്ത ക്യാൻഡിൽ. അതാണ് ഇതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ കാര്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് ഇപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഇത് ഇപ്പം ഡിഫറൻസ് ഞാൻ കാണിച്ചതാണ്. ഏകദേശം വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും, ചെറിയൊരു വ്യത്യാസങ്ങളെ ഇതിൽ വരുള്ളൂ, ബാക്കി ഏകദേശം വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഇതെങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം. അപ്പം ഇത് യൂറോ USDയുടെ ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. 5 മിനിറ്റിൻ്റെ നോർമൽ ചാർട്ടാണ് യൂറോ USD. ഇനി heikin ashi ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെയാണ് ക്യാൻഡിലിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ഇതിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പല ടൈപ്പ് ക്യാൻഡിൽ കാണും. ഇതിൽ heikin ashi ക്യാൻഡിൽ എടുക്കുക. കണ്ടോ, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ നേരത്തെ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് നല്ല ഭംഗിയിൽ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഗ്രീന്, റെഡ്, ഗ്രീന്, റെഡ്, ഗ്രീന്, റെഡ്, അങ്ങനെ നമുക്ക് നല്ല കുറച്ചും കൂടി ഒരു അടുക്കും ചിട്ടിയും വന്ന പോലെ നമുക്കത് കാണുന്നുണ്ട് heikin ashi ക്യാൻഡിലുകൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഓരോന്നിൻ്റെ മിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൻ്റെ ഓപ്പണും ക്ലോസും ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ക്യാൻഡിലുകൾ ഉണ്ടാവുക. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു രൂപങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നോർമൽ ക്യാൻഡിൽ ഇതാണ് നോർമൽ ക്യാൻഡിൽ. ഈ നോർമൽ ക്യാൻഡിലിൻ്റെ വാല്യൂ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് 1.07496 ഇനി heikin ashiയിലേക്ക് വന്നാലോ, വന്ന് നിൽക്കുന്നത് 1.07494 അവിടെ 496 ആയിരുന്നു, ഇത് 494 ആണ്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ചെറിയൊരു പിപ്പിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാനും അതുപോലെ സ്ട്രാറ്റജീസ് എടുക്കാനും ട്രെൻഡ് മനസ്സിലാക്കാനും ട്രേഡ് എടുക്കാനും നോക്കാം. പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നോർമൽ ക്യാൻഡിലെ നമ്മുടെ വാല്യൂ നോക്കിയിട്ട് തന്നെ ട്രേഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി ഇതെങ്ങനെയാണ്, എന്താണ് heikin ashi വെച്ച് ഉപയോഗം? heikin ashiയുടെ മെയിൻ ഇതാണ്. അതായത് ഇവിടെ കണ്ടോ കുറേ റെഡ് ക്യാൻഡിലുകൾ വന്നു. ഈ റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ 3-4 എണ്ണം കയറിപ്പോയി കഴിഞ്ഞാൽ, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ heikin ashiയുടെ ഒരു ക്യാൻഡിൽ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനത്തെ ക്യാൻഡിൽ, അതായത് ഗ്രീനിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗ്രീൻ ക്യാൻഡിലുകളിലേക്ക് മുകളിലേക്ക് വിക്ക് അല്ലെങ്കിൽ ഷാഡോ ഉണ്ടായിക്കോട്ടെ, താഴെ ഷാഡോ ഇല്ല. ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതിനൊക്കെ താഴെ ചെറിയ ഷാഡോ ഉണ്ട്, ഇതൊരു ഷാഡോ ഉണ്ട്, ഇത് ഷാഡോ ഉണ്ട്. ഇത് കണ്ടോ, ഇതിന് താഴെ ഷാഡോ ഇല്ല. ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നു, ഇതും അങ്ങനെ തന്നെ 2 ക്യാൻഡിൽ വന്നു, 3 ക്യാൻഡിൽ. ഇങ്ങനത്തെ 3 ക്യാൻഡിൽ, 2ഓ അതിലധികമോ ക്യാൻഡിലുകൾ ഫോം ചെയ്താൽ, അല്ലെങ്കിൽ 3 തന്നെ എടുക്കാം, 3ഓ അതിലധികമോ ക്യാൻഡിലുകൾ ഫോം ചെയ്താൽ, അതായത് മുകളിൽ ഷാഡോ ഉണ്ട്, താഴെ ഒന്നുമില്ല, താഴെ നേരെ ഗ്രീൻ ആണ്, മുകളിലേക്ക് അവിടെ നിന്ന് നേരെ തുടങ്ങിയിരിക്കുകയാണ്, താഴെ പ്ലെയിൻ ആണ്. അതായത് നമ്മുടെ ഇവിടെ ഈ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, താഴേക്ക് വിക്കോ ഷാഡോയോ ഒന്നുമില്ല. ഇങ്ങനത്തെ ക്യാൻഡിൽ വന്ന സ്ട്രോങ് ആണ് ആ ട്രെൻഡ്. പിന്നെ അത് കുറച്ച് അപ്പ് ട്രെൻഡിലേക്ക് തന്നെ പോകും. നമുക്കൊരു 3 ക്യാൻഡിലൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എടുക്കാം. ബൈ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇവിടം വരെ അത് കിട്ടിയിട്ടുണ്ട്, ഇവിടം വരെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം പറയുമ്പോൾ. ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ ഗ്രീനിൻ്റെ കാര്യത്തിൽ നമ്മൾ താഴെയാണ് എന്ത് നോക്കിയത്, ഗ്രീൻ മുകളിലോട്ടല്ലേ പോണത്, അപ്പം മുകളിൽ ഷാഡോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, താഴെ ഷാഡോ ഉണ്ടാവരുത്. റെഡ് താഴോട്ടല്ലേ പോണേ, അപ്പം ഇവിടെ താഴെ ഷാഡോ ഉണ്ടായാലും കുഴപ്പമില്ല, ഇവിടെ മുകളിലാണ് ഷാഡോ ഇല്ലേ നോക്കണം. അപ്പം ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഷാഡോ ഒന്നും ഇല്ല.
ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഷാഡോ ഒന്നുമില്ല, ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഷാഡോ ഒന്നുമില്ല. അപ്പോൾ ഇത് സ്ട്രോങ് ആണ്. ഇങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ടായാൽ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ല് കൊടുക്കാം. ഇവിടെ നിന്നൊരു സെല്ല് കൊടുത്തു ജസ്റ്റ് ഒന്ന് കയറിയെങ്കിൽ പോലും പിന്നെ അത് താഴേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ താഴേക്ക് വന്നു എന്ന് മാത്രമല്ല, ഇവിടെ താഴേക്ക് വരുമ്പോൾ വീണ്ടും ഇതൊരു സ്ട്രോങ് ക്യാൻഡിലല്ലേ, വലിയൊരു ക്യാൻഡിലാണിത്. മുകളിൽ ഷാഡോ ഇല്ല, സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആണ്. പിന്നെ അവിടെ നിന്നൊരു ഡൗൺ ആണ് പോയിരിക്കുന്നത്. നമുക്ക് ഇവിടം വരെ ഒരു ഡൗൺ ആണ് പോയിരിക്കുന്നത്. അവിടെയും ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. കാരണം ഇതിൻ്റെ ഒരു ഗ്രീൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സ്ട്രോങ് ക്യാൻഡിൽ വന്നാൽ ഓൾമോസ്റ്റ് പിന്നെ ഗ്രീനായി മുകളിലേക്കും, റെഡ് വന്നാൽ കുറേ റെഡ് എടുത്ത്, അതായത് റെഡ് വന്നാലൊക്കെ താഴേക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ആവുക. ചില സമയങ്ങളിൽ അത് അങ്ങനെ കണ്ടിന്യൂസ് ആവാത്തേ ഉള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് അത് അങ്ങനെ തന്നെയാണ്. കണ്ടോ, രണ്ട് റെഡ് വരുമ്പോഴേക്കും കുറച്ച് താഴേക്ക് തന്നെയാണ് വന്നത്. ഗ്രീൻ വന്നാൽ പിന്നെ കുറച്ച് മുകളിലേക്കാണ് ഗ്രീൻ വന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ നോക്കുന്നേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ടോ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഗ്രീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുകളിൽ ഉണ്ടായിക്കോട്ടെ, താഴെ ഉണ്ടാവരുത്. റെഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ താഴെ ഉണ്ടായിക്കോട്ടെ, മുകളിൽ ഉണ്ടാവരുത്. അതായത് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ മുകളിൽ ഉണ്ടാവരുത്, നേരെ ഇവിടുന്ന് താഴോട്ട് വീണു അല്ലെ. മുകളിൽ ഉണ്ടായ അതിൻ്റെ അർത്ഥം എന്താ, മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നെയാണ് താഴോട്ട് വന്നതെന്ന്. അപ്പം അങ്ങനെ ഇല്ലാതെ ഇവിടുന്ന് നേരെ താഴോട്ട്, ഇവിടുന്ന് നേരെ താഴോട്ട്, അതിൻ്റെ അർത്ഥം താഴേക്ക് ഡൗൺ ട്രെൻഡ് സ്ട്രോങ് ആണ്. ഗ്രീനിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിലോ, ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് ക്യാൻഡിൽ കയറിയത്, ഇവിടുന്ന് നേരെ മുകളിലോട്ടാണത്. ക്യാൻഡിലിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പറയാത്തവരുണ്ടെങ്കിൽ, കാരണം എന്താണ് ഈ മുകളിലോട്ട് കയറി, എന്താണ് ഷാഡോ എന്നൊക്കെ അറിയാത്തവർ ഞാൻ വീണ്ടും പറയാണ്, മറ്റു വീഡിയോ കാണുക. ഇവിടെ നിന്നൊരു മൂന്നെണ്ണം കണ്ട് ട്രേഡ് എടുത്താൽ നമുക്ക് ഈ തൊട്ട് മുകളിലുള്ള ഹൈയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റൊന്നും ആവില്ല. അവിടെ നമുക്ക് മുകളിലേക്ക് താഴേക്ക് തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ കാണുമ്പോൾ, ഈ ഗ്രീൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, രണ്ട് ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ഗ്രീൻ കാണുമ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് 5 മിനിറ്റ് മാറ്റിയിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്ത് നോക്കാം. ഈ 15 മിനിറ്റ്സ് ക്യാൻഡിൽ കണ്ടോ, ഈ റെഡ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീൻ ഉണ്ട്, അതിന് ചെറിയൊരു താഴേക്ക് ഷാഡോ ഉണ്ട്, അപ്പോൾ അത് വിട്ടു. ഇത് സ്ട്രോങ് ആണ്, താഴേക്കൊന്നുമില്ല, നേരെ മുകളിലേക്കാണ് പോയത്. ഇത് സ്ട്രോങ് ആണ്, നേരെ മുകളിലേക്കാണ് പോയത്. ഇത് സ്ട്രോങ് ആണ്, നേരെ മുകളിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് ഇത്ര ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ റെഡ് വന്നു. അപ്പോൾ റെഡ് കാണുമ്പോൾ 2-3 റെഡൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ. കണ്ടോ, ഈ റെഡൊക്കെ കുറച്ച് സ്ട്രോങ് റെഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്നു. ഇവിടെ ഒന്നും എല്ലാം വിക്കുണ്ട്, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം വിക്കുണ്ട്. ഇങ്ങനെ സ്ട്രോങ്ങിന് വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ്, ഇവിടെ സ്ട്രോങ്, ഇവിടെ സ്ട്രോങ്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മളൊരു സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഫ്രൈഡേ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഓപ്പൺ ചെയ്താലേ അതിൻ്റെ ബാക്കി നമുക്ക് അറിയാൻ പറ്റും. എങ്കിൽ പോലും നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഈസി ആയിട്ട്, അതായത് ട്രെൻഡ് റിവേഴ്സിലാവും. ഇപ്പം ഇങ്ങനെ ഒരു ഗ്രീൻ ഇങ്ങനെ പോയാൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും നമ്മുടെ നോർമൽ ചാർട്ട്, നിങ്ങളുടെ നോർമൽ സ്ട്രാറ്റജിയും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് നോർമൽ ചാർട്ട് നോക്കിയിട്ട് ഒരു ബൈ ട്രെൻഡ് എടുക്കാൻ, അതായത് ഒരു ബൈയിലേക്ക് എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെക്കിനാഷിയും കൂടി വെച്ചിട്ട് ഹെക്കിനാഷിയിൽ ഒരു കൺഫർമേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അല്ലാതെ കംപ്ലീറ്റ് ഹെക്കിനാഷി എടുത്തിട്ട് ട്രേഡ് ചെയ്യണം എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കൺഫർമേഷൻ ഇവിടെ ഹെക്കിനാഷിയിൽ വന്നിട്ട് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അത് കഴിഞ്ഞൊരു 2-3 റെഡുകളാണ് വരുന്നതെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പിക്കാം അത് ട്രെൻഡ് മാറി. അല്ല നോർമൽ ആണെങ്കിൽ പോലും 2-3 റെഡ് വന്നാൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാം. കാരണം ഇനി ട്രെൻഡ് മാറാൻ ചാൻസ് ഉണ്ട് എന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ്, നിങ്ങൾ എടുത്ത ട്രേഡ് ഹെക്കിനാഷി ഇട്ട് നോക്കുക, ട്രെൻഡ് മാറാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. കാരണം നോർമലിലാകുമ്പോൾ കുറേ റെഡ് ഗ്രീൻ അങ്ങനെയാണ് കാണുക. ഇതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ട്രെൻഡ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ട്രേഡ് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങളുടെ ട്രേഡ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാനും, നിങ്ങൾക്ക് എവിടെ വെച്ചാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത്, എത്ര പ്രോഫിറ്റ് എടുക്കണം എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ വന്ന് ട്രെൻഡ് മാറുന്ന ഒരു റെഡൊക്കെ ഫോം ചെയ്യണ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ക്യാൻഡിൽ നിങ്ങൾ മറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ട്രേഡ് ഓപ്പൺ ചെയ്യാനും ട്രേഡ് ക്ലോസ് ചെയ്യാനൊക്കെ ഹെക്കിനാഷി യൂസ് ചെയ്യാം. നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്യാൻ വരുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്യുക, ഇവിടെ നിന്ന് ട്രെൻഡ് മാറി എന്ന് കാണുമ്പോൾ ക്ലോസ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ട്രെൻഡ് മനസ്സിലാക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. മറ്റേ ചാർട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. മറ്റേ ചാർട്ട് ഓക്കെ ആണെങ്കിൽ
കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഇത് സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ബൈ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ബൈ കയറിയിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ചെറുതാണ്. പിന്നെ അത് ഡൗണിലേക്ക് പോയി. അപ്പോൾ കറക്റ്റായിട്ട് റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാം. നിങ്ങൾ ഇത് വെച്ച് നോക്കി ട്രേഡ് എടുക്കുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക, എത്ര പെർസെൻറ്റേജ് വിന്നിങ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇവിടുന്ന് ബൈ തന്നെ കൊടുക്കണോ, ട്രെൻഡ് മാറിയിട്ടുണ്ടോ, എവിടെ നിന്നാണ് ക്ലോസ് ചെയ്യേണ്ട ഡൗട്ട് ഉള്ളവർ heikin ashi ഇട്ടിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ കണ്ടല്ലോ heikin ashi ക്യാൻഡിൽ വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോർമൽ ചാർട്ടും അതുപോലെ heikin ashiയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും എങ്ങനെയാണ് അതിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ആ ട്രെൻഡ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ട്രെൻഡ് റിവേഴ്സലും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് heikin ashi വെച്ചിട്ട് കംപ്ലീറ്റ് ട്രേഡ് എടുക്കണമെന്നോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ചാർട്ട് നമ്മൾ ക്യാൻഡിൽ പാറ്റേൺ ഒക്കെ നോക്കുമല്ലേ, ഇപ്പോൾ ബുള്ളിഷ് എൻഗൾഫി, ബെയറിഷ് എൻഗൾഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു സപ്പോർട്ടെന്നും റെസിസ്റ്റൻസ് എന്നൊക്കെ അങ്ങനത്തെ ഏതെങ്കിലും പാറ്റേൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ heikin ashi യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ആ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് പുതിയ ബിഗിനേഴ്സിനും അതുപോലെ ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിൽ ചെറിയ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ heikin ashi വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില സ്ട്രാറ്റജീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് പറയുമ്പോൾ വഴിയെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ heikin ashi നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രെൻഡിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിക്കും ആ മൂവ്മെൻറ്റിൽ ഡൗട്ടുകൾ ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കുക. ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് നിങ്ങളുടെ ട്രേഡിങ് എടുക്കേണ്ടതെല്ലാം നിങ്ങൾ ഇത് വെച്ചിട്ട് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നവർ അവിടെ ഏതെങ്കിലും ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും നോക്കുന്നത്. അതായത് ബുള്ളിഷ് എൻഗൾഫി ഉണ്ടോ, ബെയറിഷ് എൻഗൾഫി ഉണ്ടോ, ഡോജി ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് heikin ashi ഇട്ടിട്ട് രണ്ടും കൂടിയിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കി നിങ്ങളുടെ ട്രെൻഡിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക, മെസ്സേജ് ചെയ്ത് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴത്തെയും പോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അതുപോലെ എന്താണ് അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഫുൾ സപ്പോർട്ട് എൻ്റെ വക ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.